കേരള തീരത്ത് നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ നടന്ന കപ്പൽ അപകടത്തിലെ പാരിസ്ഥിതിക മാറ്റങ്ങൾ സംബന്ധിച്ച് പഠനം തുടങ്ങി. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം തീരപ്രദേശത്തുൾപ്പെടെ 3 സംഘങ്ങളായാണ് സർവേ നടത്തുന്നത്. കടലിൽ നിന്നുള്ള മത്സ്യം കഴിക്കുന്നതിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കില്ല എന്ന് CMFRIയിലെ ഗവേഷകൻ ഡോക്ടർ ആർ രതീഷ് കുമാർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് CMFRIയുടെ 3 അംഗ സംഘം വിശദപഠനത്തിനായി ഇറങ്ങിത്തിരിച്ചത്. കപ്പൽ മുങ്ങിയതിനു ശേഷം മത്സ്യസന്തുലിതാവസ്ഥയ്ക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്നതടക്കം വിശദമായ പരിശോധനയാണ് നടത്തുന്നത്. 12 സ്റ്റേഷനിൽ നിന്ന് ഈ ഏരിയയിലുള്ള വാട്ടർ സാമ്പിൾസ്, സെഡിമെന്റ് സാമ്പിൾസ്, ബെന്തിക് സാമ്പിൾസ് ഇതൊക്കെ കളക്ട് ചെയ്തു. സ്പീഷീസ് കോമ്പോസിഷനിലോ അതിൻ്റെ ഡെൻസിറ്റിയിലോ ഡൈവേഴ്സിറ്റിയിലോ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നും ഞങ്ങൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒരു ഫാക്ടേഴ്സിലും ഇന്നലെ വരെയുള്ള ദിവസങ്ങളിൽ അബ്നോർമലായി ഒന്നും തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതുപോലെ ഓയിൽ ആൻഡ് ഗ്രീസിൻ്റെ പ്രസൻസും ഹൈഡ്രോ കാർബൺ എന്തെങ്കിലും റിലീസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ലിക്ക് ഫോം ചെയ്യും. അതിൻ്റെ മുകളിലത്തെ ലെയറിൽ ഒരു പാളി പോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളതൊന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതുപോലെ ഹൈഡ്രോ കാർബൺ അനാലിസിസും നമ്മൾ ചെയ്തു വരികയാണ്. അപ്പോൾ അതിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇന്നലെ വരെയുള്ള ദിവസങ്ങളില്ല. മൺസൂൺ തുടങ്ങി കടൽ പ്രക്ഷുബ്ധമായതിന് പിന്നാലെയാണ് കപ്പൽ മുങ്ങിയത്. പ്രതികൂല കാലാവസ്ഥ കാരണം മത്സ്യത്തൊഴിലാളികൾ ഉൾക്കടലിൽ മത്സ്യബന്ധനത്തിന് പോയിട്ടുമില്ല. നിലവിൽ സംഭവ സ്ഥലത്ത് നിന്ന് 20 നോട്ടിക്കൽ മൈൽ അകലെ മത്സ്യബന്ധനം നിരോധിച്ചിട്ടുണ്ട്. ഈ ഷിപ്പിംഗ് റക്ക് നടക്കുന്നതിൻ്റെ ദിവസങ്ങൾക്ക് മുന്നേ മുതൽ ഇന്ന് വരെ വലിയ തോതിലുള്ള മത്സ്യബന്ധനം ഈ മേഖലയിൽ നടക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്ടർ ക്വാളിറ്റിക്കോ സെഡിമെന്റ് ക്വാളിറ്റിക്കോ ഇതുവരെ ചേഞ്ചുകളൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ടോക്സിക് ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ചേഞ്ച് ആയേനെ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു അവസ്ഥയിൽ ഇന്ന് വരെയുള്ള സംഭവത്തിൽ നമുക്ക് പറയാൻ കഴിയും അങ്ങനെ പേടിക്കേണ്ടതായ വിഷയങ്ങളൊന്നും മത്സ്യം കഴിക്കുന്നതുകൊണ്ട് നമുക്കിപ്പോൾ ഇല്ല. കാലാവസ്ഥ അനുകൂലമാകുന്നതോടെ വരും ദിവസങ്ങളിൽ കടലിന്റെ അടിത്തട്ടിലെ ജീവികളെയും മീനുകളെയും ശേഖരിച്ച് പഠനവിധേയമാക്കും. മുങ്ങിയ കപ്പലിനുള്ളിലെ കണ്ടെയ്നറുകളിൽ നിന്ന് കാര്യമായ ഓയിൽ ലീക്കേജ് ഉണ്ടായിട്ടില്ല. എന്നാൽ വൈകാതെ മാറ്റിയില്ലെങ്കിൽ കടലിന്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴിവെക്കും. വലിയ ഓയിൽ സ്പിൽ ഉണ്ടായാൽ അതിന് പ്രശ്നങ്ങൾ മത്സ്യത്തിനെയും അതേപോലെ ഈ സെൻസിറ്റീവായിട്ടുള്ള കോസ്റ്റൽ എക്കോസിസ്റ്റം ലൈക്ക് നമ്മുടെ സീഗ്രാസ്, സീവീഡ് എക്കോസിസ്റ്റംസ്, മാംഗ്രൂവ് എക്കോസിസ്റ്റം പർട്ടിക്കുലർലി, പിന്നെ കോറൽസ് ഇതിനെയൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കടൽ തീരത്ത് അടിഞ്ഞ ചെറിയ പ്ലാസ്റ്റിക് നഡിൽസുകൾ തമിഴ്നാട് തീരം വരെ വ്യാപിച്ചിട്ടുണ്ട്. ഇത് ഉടൻ നീക്കം ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ മത്സ്യസമ്പത്തിനെയും ബാധിക്കും. ഈ തമിഴ്നാട് ഗൾഫ് ഓഫ് മന്നാർ, പാക് ബേ എന്ന് പറയുന്ന ഏരിയയൊക്കെ ഭയങ്കരമായി സെൻസിറ്റീവ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ കോറൽ റീഫുകൾ ഒരുപാടുള്ള സീഗ്രാസ് മെഡോസ് ഒക്കെയുള്ള ഹാബിറ്റാറ്റ് ആണ്. കോറൽസിൻ്റെ ഒക്കെ ഇടയിൽ പോയിട്ട് ട്രാപ്പ് ആവാം, അതുപോലെ സീഗ്രാസ് മെഡോസിൽ ട്രാപ്പ് ആവാം. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ എന്ന് പറയുന്നത് വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള വളരെ സെൻസിറ്റീവ് ഹാബിറ്റാറ്റ്സ് ആണ്. ബ്രീഡിംഗ് ഗ്രൗണ്ട് ആണത്, അതുപോലെ ഫീഡിംഗ് ഗ്രൗണ്ട് ആണ്, എല്ലാം ഉള്ള ഹാബിറ്റാറ്റ് ആണ് ഈ കോസ്റ്റൽ ഹാബിറ്റാറ്റ്സ്. അപ്പോൾ എന്തായാലും ദൂരവ്യാപകമായി ഇത് സ്പ്രെഡ് ആയാൽ ചെറിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ശേഖരിച്ച സാമ്പിളുകളുടെ പൂർണ്ണമായ പരിശോധനകൾക്ക് ശേഷം വിവിധ തരത്തിലുള്ള കടൽ മലിനീകരണങ്ങൾ പഠനവിധേയമാക്കി കടൽ പരിപാലന നടപടികൾ ദ്രുതഗതിയിൽ നടപ്പിലാക്കാനാണ് CMFRIയുടെ ശ്രമം. ശ്യാമപ്രസാദ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.